ഈ തത്വം വെളിപ്പെടുത്താൻ ശ്രീരാമകൃഷ്ണദേവനും വിവേകാനന്ദ സ്വാമിജിയും വന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കാനല്ല, പിന്നെയോ പരമസത്യം സൂര്യതുല്യം സാക്ഷാത്കരിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാൻ വന്നതാണ്. പിന്നെ അവരുടെ പ്രാരബ്ധം എന്തൊക്കെയോ കുറച്ച് ചെയ്തിട്ട് പോയി, മറ്റു കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. സാക്ഷാൽ ഗുരുവായൂരപ്പൻ പോലും അത്രയേ ഉള്ളൂ. എന്താ, മഹാഭാരത യുദ്ധം തീർന്നോ? അവിടെ മുതലാണ് ആരംഭിക്കുന്നത്. ഭാഗവതൻ എന്തിനീ ഈ ഘട്ടം ആരംഭിച്ചു? ഈ കാര്യം പറഞ്ഞു തരാനാണ് നമുക്ക്. യുദ്ധം തീർന്നു, പടക്കളം ഒതുങ്ങി. അപ്പോഴേക്കും അതാ അഗ്നിജ്വാല പോലെ ഇന്നത്തെ യുദ്ധം തന്നെ, മിസൈലുകളും മറ്റും വരുന്നില്ലേ, അതുപോലെ സർവത്ര അഗ്നിജ്വാല പരത്തിക്കൊണ്ട് എന്തോ ഓടി വരുന്നു. അർജുനൻ ഭയചകിതനായി ഭഗവാന്റെ മുമ്പിൽ വന്ന് പറയുകയാണ്, ഭഗവാനെ രക്ഷിക്കണം. എന്താ പാണ്ഡവന്മാരുടെ കഥ? ഗുരുവായൂരപ്പന്റെ അടുത്ത ബന്ധുക്കൾ, ഗുരുവായൂരപ്പൻ സദാ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കഥയൊക്കെ പറയുന്നത് തത്വം ഉറപ്പിക്കണം. അതാണ് ഭാഗവതത്തിന്റെയും ഗുരുവായൂരപ്പന്റെയും ഒക്കെ ലക്ഷ്യം. പാണ്ഡവന്മാർക്ക് എന്ത് സുഖം കിട്ടി? ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാര്യമായ സുഖം അവരനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല. യുദ്ധം ജയിച്ചല്ലോ. യുദ്ധം ആര് ജയിച്ചു? ഇപ്പോഴും യുദ്ധം നടക്കുന്നില്ലേ? ആര് ജയിക്കും? ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. ലോകം മുഴുവൻ തോൽക്കും. അതെന്തുകൊണ്ടങ്ങനെ തോക്കുന്നു? അത് ചോദിക്കും. ആരാ ഉത്തരവാദി എന്ന് ചോദിക്കരുത്. ഭഗവാന്റെ കളി. ഇത് തന്നെയാണ് ചരിത്രം. മഹാഭാരത ചരിത്രം മുതൽ ഇങ്ങോട്ടുള്ളത് ഈ ചരിത്രം തന്നെയാണ്. ഒക്കെ ഭഗവാന്റെ കളി. അത് നമുക്ക് ക്രമേണ കൂടുതൽ വെളിപ്പെടും.